നന്ദിത കാർത്തിക നക്ഷത്രം. തിരുമേനി ഒരു ചരട് ജപിക്കാനായിട്ട് തന്നായിരുന്നു. ഉവ്വ്, അത് ഇതിലുണ്ട്. ഓ, വീട്ടിലെത്തിയ പാടെ അനിയത്തിന്റെ കൈ കെട്ടിക്കൊടുക്കുക. ശരി തിരുമേനി. ഒരു നിമിഷം നിൽക്കൂ. ഭഗവാൻ ആടിയ എണ്ണയാ, ഇത് കൂടി കൊണ്ടുപോക്കോളൂ. പൊതുവേ എള്ളെണ്ണ ഔഷധ ഗുണം കൂടുതലുള്ളതാ. ആ കൂടെ ഭഗവാൻ ആടിയതും കൂടി ആകുമ്പോ പറയണോ, മനസ്സിന്റെയും ശരീരത്തിന്റെയും ആരോഗ്യത്തിന് വിശേഷാണ്. എല്ലാ ദിവസവും ഇത് ഭഗവാനെ ധ്യാനിച്ച് നെറുകിൽ പൊത്തി കുളിക്കാൻ പറയാ. അല്പാൽപ്പം സേവിക്കുന്നത് നന്ന്. വലിയ സന്തോഷം തിരുമേനി. സന്താന ഗോപാലസ്വാമി കൈവിടില്ല, നല്ലതേ വരൂ. ഭഗവാനെ കാത്തോണേ. അതെ, നീ ആ വറ്റൽമുളകിങ് എടുത്തേ. ഒരെണ്ണം മതി, ഒറ്റ ഒരെണ്ണം മതി. ഇനി കുറച്ച് കല്ലുപ്പും കൂടി എടുക്കേ. അച്ഛമ്മ എന്തായി കാണിക്കുന്നേ? എന്താ അച്ഛമ്മ എന്താ ഇവിടെ പരിപാടി? എന്താമ്മേ, അച്ഛമ്മ എന്താ ഇപ്പൊ കാണിച്ചിട്ട് പോയേ? ദൃഷ്ടിദോഷം മാറാനേ വറ്റൽ മുളക് ഉപ്പും കൊണ്ട് നിന്നെ ഒഴിഞ്ഞു എന്നാണ് വൈപ്പ്. നിന്റെ ചേച്ചിയെ പോലെ സൂക്ഷിക്കേണ്ട ഒരു ഐറ്റം തന്നെയാ ദേ ഇപ്പൊ ഇറങ്ങിപ്പോയത്. അവനിപ്പൊ വന്ന് ഇതൊക്കെ ചെയ്തത് ദൃഷ്ടിദോഷം അകറ്റാനാണോ അതോ വല്ല കൂടോത്രം ചെയ്യാനാണോന്ന് ആർക്കറിയാം. എന്തായാലും ഇനി മേലിൽ ഇതുപോലുള്ള കലാപരിപാടിക്കൊന്നും നീ നിന്നു കൊടുക്കണ്ട. സൂക്ഷിച്ച നമുക്ക് കൊള്ളാം. അച്ഛമ്മേ, എന്താ അച്ഛമ്മ എന്താ പറയുന്നേ? അയ്യോ, അച്ഛമ്മക്ക് എന്ത് പറ്റി? ശബ്ദം നഷ്ടപ്പെട്ടോ? എന്തെന്ന് അവിടെ? അയ്യോ, വായുവിൽ എഴുതുന്നോ? അച്ഛമ്മ എന്തൊക്കെ കാണിക്കുന്നേ? എന്താ പറ? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛമ്മേ. പേടിക്കണ്ട സുമിതേച്ചി, അമ്മ നന്ദിത കുഞ്ഞിന് കണ്ണുദോഷം കിട്ടാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞിട്ട് വരാ. അതാ ഒന്നും പറയാത്തത്. അത്രേ ഉള്ളോ? ഞാനങ്ങ് പേടിച്ചു പോയി. അച്ഛമ്മ ഒഴിയാൻ പോയപ്പോഴേ കത്തിച്ചു വെക്കാൻ പറഞ്ഞിരുന്നു. കണ്ട കണ്ട കണ്ട, നിന്റെ അനിയത്തിയുടെ ദേഹത്തുണ്ടായിരുന്ന ദൃഷ്ടിദോഷങ്ങളാ ഈ പൊട്ടിത്തെറിക്കുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടുന്ന് മാറി നിൽക്കാൻ. മോളിങ് വന്നേ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. ഇത് മുഴുവൻ കത്തി കെട്ട് കഴിഞ്ഞിട്ട് കനല് കെടുത്തിയേക്കണം. മനസ്സിലായോ? മനസ്സിലായോന്ന്? ബാ. പെണ്ണിന്റെ ദൃഷ്ടി അകറ്റാനാണോ അതോ എന്നെ കൊല്ലാനാണോ? അച്ഛമ്മയുടെ കയ്യും കലാശൊക്കെ കണ്ടപ്പോഴേ ഞാനങ്ങ് പേടിച്ചുപോയി. അല്ല, എവിടെയായിരുന്നു നീ? ഞാനൊന്ന് അമ്പലത്തിൽ പോയത് അച്ഛമ്മേ. കൊള്ളാം, നല്ല നേരത്താ നീ പോയത്.
അല്ല ഇവിടെ നടന്നത് വല്ല അറിഞ്ഞോ നീ? ചക്രവാണി ജോത്സ്യര് വന്നിട്ട് പോയി. എന്തിന്? അവരെല്ലാരും കൂടി ചേർന്ന് വിളിച്ചു വരുത്തിയതാ നന്ദിതയുടെ കൊച്ചിന് ദോഷമുണ്ടോന്ന് നോക്കാൻ. എന്നിട്ടെന്താ, അയാള് വളരെ കൃത്യമായി ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങോട്ട് പറഞ്ഞു. അതെ, അയാള് പറഞ്ഞത് മുഴുവൻ അച്ചട്ടായിരുന്നു. എന്താ അച്ഛമ്മ അയാള് പറഞ്ഞത്? നന്ദുവിന്റെ കുഞ്ഞിന് ഏയ് അങ്ങനെ ഒരു കുഴപ്പമില്ല. ദേ, പ്രശ്നം മുഴുവൻ ഇവിടെ ഉള്ളവർക്കാണെന്ന് അയാള് തുറന്നടിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോ അനുരാധയുടെ മുഖം ഒന്ന് കണ്ടതായിരുന്നു. ഇവിടുത്തെ ദുഷ്ടശക്തി ശരിക്കും അനുരാധ തന്നെയാ. അതിന്റെ ദോഷങ്ങളുണ്ട്. അതാണ് നന്ദിത അനുഭവിക്കുന്നത്. ദോഷങ്ങളുണ്ടെങ്കിൽ പരിഹാരങ്ങൾ ഉണ്ടാവില്ല അച്ഛമ്മേ, അതൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ, എല്ലാത്തിൽ നിന്നും അവളെയും കുഞ്ഞിനെയും സംരക്ഷിച്ചു നിർത്താൻ ഒരു ക്ഷേത്രത്തിൽ ചില പ്രത്യേക വഴിപാടുകളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതൊന്നും അവരാരും ചെയ്യില്ല, അവളെ കൊണ്ട് ചെയ്യിക്കുകയില്ല. സാരില്ല, ഒക്കെ ഞാൻ പോയി ചെയ്തോളാം. ഏതമ്പലത്തിലാ പോവേണ്ടതെന്നും വഴിപാടുകൾ എന്താണെന്നും അച്ഛമ്മ എന്റെ അടുത്ത് പറഞ്ഞാ മതി. ഒരു സന്താന ഗോപാലമൂർത്തി ക്ഷേത്രമുണ്ട്. ഗർഭിണികൾക്കും പിറക്കാൻ പോന്ന കുഞ്ഞുങ്ങൾക്കും വിശേഷപ്പെട്ട അമ്പലാണത്രേ. അവിടെ ചെന്ന് ഒരു അർച്ചനയും കഴിപ്പിച്ച് ഒരു പാദപ്ര ഒരു ചേച്ചി ഉണ്ടെങ്കിൽ പിന്നെ നന്ദിതക്ക് എന്താ മോളെ പേടിക്കാനുള്ളത്? അവളും കുഞ്ഞും സുരക്ഷിതരായിരിക്കുന്നു അച്ഛമ്മക്ക് ഉറപ്പാ. നന്ദുവിന്റെ കാര്യത്തില് ചക്രപാണി ജോത്സ്യര് പറഞ്ഞതൊക്കെ നിങ്ങൾ അറിഞ്ഞോ? അയാൾ എന്താ പറഞ്ഞത്? നന്ദുവിന് കാര്യമായിട്ട് എന്തോ ദൃഷ്ടിദോഷം പറ്റിയിട്ടുണ്ടത്രേ. അതിനെന്താ ഇപ്പൊ പരിഹാരം? ഏതോ പ്രധാനപ്പെട്ട അമ്പലത്തിലേക്ക് നേർച്ചയും വഴിപാടും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. സുമിയുടെ കാര്യത്തില് എന്താ പറഞ്ഞത്? അത് വല്ലതും അവര് പറഞ്ഞു? ചന്ദ്രേട്ടാ, ചക്കാന്ന് പറയുമ്പോ തിരിച്ച് മാങ്ങാന്ന് പറയരുത്. ഗർഭിണിയായ ശേഷം അടിക്കടി നന്ദുനുണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണാനാ അവര് ചക്രപാണി ജോത്സ്യനെ വിളിച്ചു വരുത്തിയത്, അല്ലാതെ സുമിയുടെ കാര്യം നോക്കാനല്ല. ഓ, അല്ലെങ്കിൽ തന്നെ സുമിയുടെ കാര്യം എന്ന് നോക്കാനിരിക്കുന്നു. ഇത്രയൊക്കെ കേട്ടപ്പോ ആ ജോത്സ്യരെ ഒന്ന് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാലോ എന്നൊരു ആലോചന. എന്തിനാ അമ്മേ വെറുതെ കാശ് കളയുന്നേ? ആ പറഞ്ഞതാണ് അതിന്റെ പോയിന്റ്. എന്തെങ്കിലും കാര്യമായ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം വിളിച്ചാ പോരെ ഈ ജോത്സ്യനൊക്കെ. എനിക്ക് അയാളെ ഇവിടെ വിളിച്ചു വരുത്തി ഇവരുടെ കാര്യത്തിലൂടെ ഒന്ന് പ്രശ്നം വെച്ച് നോക്കണം ചന്ദ്രേട്ടാ. അമ്മേ, 2-3 മാസത്തിനുള്ളില് എനിക്കൊരു പ്രൊമോഷൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞാ പിന്നെ ജീവിതം കുറച്ചുകൂടെ സെക്യൂർ ആവും. അന്നേരം ഒരു കുഞ്ഞിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം, അല്ലേ സനു? ഇങ്ങനെ പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ട് നടന്നാലേ ഒന്നും നടക്കില്ല. ഈ കുഞ്ഞുങ്ങളെന്നൊക്കെ പറയുന്നതേ ഈശ്വരൻ നമുക്ക് തരുന്ന ഭിക്ഷയാ. അത് തരുമ്പോ 2 കൈ നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കാ വേണ്ടത്. ഇവർക്ക് ഇവരുടേതായ ചില പ്ലാനുകളൊക്കെ കാണില്ലേ ഇന്നലെ? അതുപോലെ നടക്കട്ടെ കാര്യങ്ങള്. നമ്മളായിട്ട് തല്ലി പഴിപ്പിക്കാൻ പോകണ്ട. നന്ദു, ഈശ്വര അനുഗ്രഹം കൊണ്ട് നിനക്കൊരു കുഞ്ഞിനെ കിട്ടി. അതുപോലെ കിട്ടാത്തതിന്റെ അസൂയയും കുശുമ്പും സുമിതയുടെ മനസ്സിൽ നല്ലതുപോലെ ഉണ്ട്. നീ വന്നില്ലെങ്കിലും നിനക്ക് വേണ്ടി സന്താന ഗോപാല ക്ഷേത്രത്തിൽ ഞാൻ പോയിരുന്നു. മോക്കും കുഞ്ഞിനും വേണ്ടി നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്തു. നന്ദു, നന്ദു, കുളിച്ചില്ലെങ്കിൽ സാരമില്ല, ഇതിങ്ങനെ തൂത്തുകളയല്ലേ.
ആ കൈ ഇങ്ങനെ കാണിച്ചേ. കൈ ഇങ്ങനെ തന്നെ അടങ്ങിയിരിക്കും. നന്ദു അടങ്ങിയിരിക്ക്. പാദപ്രദക്ഷിണമാണ് അവിടുത്തെ വിശേഷപ്പെട്ട വഴിപാട്. സത്യത്തിൽ ഗർഭിണികൾ അത് ചെയ്യേണ്ടത്. അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്താൽ മതിയെന്ന് ചോദിച്ചപ്പോ പോറ്റി എന്താ പറഞ്ഞെന്നറിയോ? ആവാം, അനിയത്തിക്ക് വേണ്ടിയുള്ള വഴിപാടല്ലേ, നിങ്ങൾക്ക് നടത്താം. അതിലൊരു തെറ്റുമില്ല. സ്നേഹത്തോടെയുള്ള അർപ്പണം ഭഗവാൻ സ്വീകരിക്കും. പിന്നെ പൂജിച്ച എണ്ണയും തന്നു വിട്ടിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുളിക്കുമ്പോ ദേഹത്തും ആ വയറ്റിലും ഒക്കെ നന്നായിട്ട് തേക്കണം കേട്ടോ. ഒരല്പം വീതം സേവിക്കാനും പറഞ്ഞിട്ടുണ്ട്. നന്ദു എന്തീ കാണിക്കുന്നേ? ഇത് കഴിക്ക്. എനിക്ക് വേണ്ട. അങ്ങനെ പറയില്ലേ നന്ദു, പൂജിച്ച എണ്ണയല്ലേ. ഒരുപാടൊന്നും ഇല്ലല്ലോ മോളെ, ഒരിത്തിരി നാവിൽ പെരട്ടിയാ മതി. കഴിക്കേ, കഴിക്ക് നന്ദു, വൊമിറ്റ് ചെയ്യാൻ വരുന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ, കൊണ്ട് പോ അങ്ങോട്ട്. നന്ദു മോളെ, നന്ദു നിക്ക്. അങ്ങനെ അയ്യോ, കഴിക്കില്ലേ. എടുത്തോണ്ട് പോലല്ലേ പറഞ്ഞത്. ദൈവത്തോർത്ത് എന്റെ കുഞ്ഞിനെ വെറുതെ വിടണം. എനിക്ക് വേണ്ടി അമ്പലത്തിൽ പോകാനും പ്രാർത്ഥിക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഇതിൽ കൂടുതൽ ഇനി എന്ത് കേക്കാണ് ഇവിടെ നിൽക്കുന്നത്?
മോനെ, അഭിലാഷിന്റെ വീട്ടുകാർ വന്നിരുന്നു. ആണോ? മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. അത് നിന്നോടുകൂടി ചോദിക്കാനാ ഒന്ന് ഇത്രടം വരെ വരാൻ പറഞ്ഞത്. എനിക്ക് സുമിക്കും അസൗകര്യമൊന്നും ഇല്ലമ്മേ. എന്നായാലും ഓക്കെ. നേരാ, വലിയ ചടങ്ങൊന്നും ഇല്ലല്ലോ. കാര്യമായ തയ്യാറെടുപ്പുകളും വേണ്ട. ദാ, ഇതെന്റെ പഴയ കുറച്ച് ആഭരണങ്ങളാ. ഇത്ര എനിക്കിപ്പോ ബാക്കിയുള്ളൂ. ഇതൊരു 8-10 പവൻ കാണുമായിരിക്കും. ഇത് നിന്റെ അച്ഛൻ എന്റെ കഴുത്തി ചാർത്തി താലിമാലയാ. ആ, ഇതിനി സുമിതയ്ക്കുള്ളതാ. ഞാനിത് എത്രയോ കാലമായി അവക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നാ. ഇത് അമ്മ തന്നെ കൊടുത്താ മതി. അഭിലാഷിന്റെ വീട്ടുകാരെ അത്യാർത്ഥിക്കാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണമല്ലോ. അവർക്ക് ഇനി ഇത് പഴയതാണെന്ന് തോന്നുവാവോ? ഏയ്, ഒന്നും തോന്നാനില്ല. ഇനി അങ്ങനെ വല്ലതും അവർക്ക് തോന്നിയാലും അതൊന്നും നമ്മൾ കാര്യാക്കണ്ട. ആർക്ക് എന്തു തോന്നിയാലും ഒരു പ്രശ്നവുമില്ല. എന്റെ അമ്മ എനിക്ക് വേണ്ടി കരുതി വെച്ചതല്ലേ. അല്ല, സുമി ചേച്ചി എവിടെ ഗിരിയേട്ടാ? കൊറേ നാളായാലും ഈ വഴിക്ക് കണ്ടിട്ട്. എന്നെ കുറിച്ച് ഇപ്പൊ അവൾക്ക് പരാതിയൊന്നും ഇല്ലാത്തോണ്ടാവും. ആ, അപ്പൊ പിന്നെ എന്തായാലും സൗകര്യം പോലെ ഒരു ദിവസം അവളെയും കൂട്ടിക്കൊണ്ടിങ്ങോട്ട് ഇറങ്ങ്. ആ, നമുക്കിതേ ഏതെങ്കിലും ജ്വല്ലറി കൊണ്ട് മാറ്റി വാങ്ങിക്കാം. എന്തിനാ അമ്മേ? എന്റെ ഒരു സന്തോഷത്തിനാടി മോളെ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ അമ്മേ. നിന്റെ മുന്നിൽ ഒരുപാട് സൂചനകൾ ദൈവം കൊണ്ടുവന്ന് തന്നതാ. അതൊന്നും നീ ഗൗനിച്ചില്ല. ഇപ്പൊ വിഷമിച്ചിട്ട് എന്താ കാര്യം? നിന്നെയും കുറ്റം പറയാൻ പറ്റില്ലെന്ന് അച്ഛമ്മക്ക് അറിയാം മോളെ. ജനിച്ച നാൾ മുതൽ കാണുന്ന സ്വന്തം കൂടപ്പിറപ്പ് ഒന്ന് ഇരട്ടി വെളുക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ മാറിപ്പോകുമെന്ന് ആര് കണ്ടു? അതെ, അക്കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കിപ്പോ ബോധ്യപ്പെട്ട അച്ഛമ്മേ. എന്നാ കാര്യങ്ങളൊന്നും ഞാൻ കരുതിയ പോലെയല്ല. ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞല്ലേ അനുരാധയെ ഒട്ടും കുറച്ച് കാണരുതെന്ന്. വിഷവിത്താണവള്, വിഷവിത്ത്. ഞാനും നന്ദുവും ഒരേ വീട്ടിൽ മരുമക്കളായിട്ട് വന്ന അതെത്ര സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ എത്ര സ്വപ്നം കണ്ടെന്നറിയോ അച്ഛമ്മയ്ക്ക്. മോളെ, നമ്മള് രണ്ടുപേരും ഇത് പ്രതീക്ഷയല്ലേ? പക്ഷെ നടന്നതൊന്നുമല്ലല്ലോ. നന്ദിത അനുരാധയുടെ കയ്യിലെ കളിപ്പാവയായി മാറിക്കഴിഞ്ഞു. ചില രോഗങ്ങൾ മൂർച്ഛിച്ചു കഴിഞ്ഞാ ഭേദമാകുക പ്രയാസാണ്. അതുപോലെയാണ് ഇതും. നിന്നെ കുറിച്ച് നന്ദുവിന്റെ മനസ്സിൽ അനുരാധ കുത്തിവെച്ച വിഷം പെട്ടെന്നൊന്നും ഇറങ്ങില്ല. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്ദിത നിന്നെ പോലെയല്ല. വലിയ നിലയും വിലയും ഉള്ളവരെ പോലുള്ള ഒരു ജീവിതം എങ്ങനെയെങ്കിലും കെട്ടിപ്പടുത്താനേ അവള് നോക്കൂ. ആ പ്രലോഭനത്തിന്റെ പേരിലാണ് അവൾ അനുരാധയോടും നിതീഷിനോടും കൂടുതൽ ഒട്ടി നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, ഇനിയും നീ അവളെ കണ്ണും പൂട്ടി വിശ്വസിക്കുകയോ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുകയോ വേണ്ട. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി നീ ചെയ്യേണ്ടത് ഈ കുടുംബത്തിനോടുള്ള നിന്റെ ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതാണ്. ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കണമെങ്കിൽ അനുരാധയുടെ പിടിയൊന്നയണം. ഇവിടുത്തെ സ്ഥിതിഗതികൾക്കൊരു മാറ്റം വരണം. അതിന് നീ വിചാരിക്കണം സുമി. ഞാൻ എന്ത് ചെയ്യാനാ അച്ഛമ്മ? എന്തൊക്കെയാ പറയുന്നേ? നിന്റെ സ്വന്തം കുടുംബജീവിതത്തിന് നീ പ്രാധാന്യം കൊടുക്കണം. നിനക്കും ഗിരിക്കും ഒരു കുഞ്ഞ് ജനിക്കണം. നീ വേണം അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ. ഇങ്ങനെ കാള കളിച്ച് നടന്നാ പോരാന്നും കുടുംബജീവിതം അല്പം കൂടി ഗൗരവത്തിലെടുക്കണമെന്നും. മോളെ, അച്ഛമ്മയുടെ പ്രതീക്ഷ മുഴുവൻ നിങ്ങളിലാണ് കേട്ടോ. എന്തായാലും അമ്മയുടെ ബുദ്ധി വലിച്ചു. ചേച്ചി അനിയത്തിയും ഏകദേശം 2 പാത്രത്തിലായി കഴിഞ്ഞു. 2 പാത്രത്തിലായാ പോരാ. ഇനി ഈ ജന്മത്ത് കണ്ടാ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാവണം സുമിതയും നന്ദിതയും. അത്രയ്ക്ക് ശത്രുക്കളാകണം. അതിന് വേണ്ട ചില പദ്ധതികൾ കൂടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൂടി ആയ പിന്നെ സുമിത പൂർണ്ണമായിട്ടും ഒറ്റപ്പെടും.
ഊണിലും ഉറക്കത്തിലും സുമിതയാണ് ശത്രു, സുമിതയാണ് ശത്രു എന്ന് നന്ദിതയോട് നീയും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ ജോലി ഞാൻ എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. നന്ദിത കൂടി ശത്രുപക്ഷത്താവുന്നതോടെ സുമിത ഈ വീട്ടിൽ പൂർണ്ണമായും ഒറ്റപ്പെടും. അങ്ങനെ സുമിത ഈ വീട്ടിലെ മൂത്ത മരുമകൾ എന്ന സ്ഥാനത്ത് നിന്നും ഒറ്റപ്പെട്ട് ഒഴിഞ്ഞ് ജീവിക്കുന്ന ഒരു സാധാരണ പെണ്ണായിട്ട് മാറണം. പതിയെ പതിയെ സുമിതയുടെ സ്ഥാനത്തേക്ക് നമ്മൾ നന്ദിതയെ ഉയർത്തിക്കൊണ്ടുവരണം.